ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠയെക്കുറിച്ചാണ്. ഉത്കണ്ഠ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും കാണുന്ന ഒന്നാണ്. എല്ലാ മനുഷ്യരിലും ഉത്കണ്ഠയും ഭയവും ഉണ്ട്. പക്ഷേ ഉത്കണ്ഠ അഥവാ ആങ്സൈറ്റി കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ എന്താണ് ആങ്സൈറ്റി എന്നും എത്രയൊക്കെ തരം ആങ്സൈറ്റി ഉണ്ടെന്നും എങ്സൈറ്റിയെ എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. ഇതിൽ 3 ടിപ്പുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 ടിപ്പിലൂടെ നിങ്ങളുടെ ആങ്സൈറ്റി ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ കൂടുതലായുള്ള ആങ്സൈറ്റിക്ക് ഡോക്ടർമാരുടെ അടുത്ത് നിന്നും കൺസൾട്ടേഷൻ മേടിക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ചും ചിന്തിക്കുക. പ്രധാനമായും 5 തരത്തിലുള്ള ആങ്സൈറ്റികളാണുള്ളത്. ഒന്നാമത്തേത് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ, അതായത് സ്വാഭാവികമായി കാണുന്ന ആങ്സൈറ്റി, അതായത് നമ്മുടെ സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ, അതായത് ഹെൽത്തുമായി ബന്ധപ്പെട്ടായിരിക്കാം, ഫിസിക്കലി പ്രോബ്ലംസ്, പിന്നെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കാം, പിന്നെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം, നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടായിരിക്കാം. അതുവഴി വരുന്ന പ്രശ്നങ്ങളാണ് ആദ്യ ആങ്സൈറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്. രണ്ടാമത്തെ തരം ആങ്സൈറ്റി പാനിക് ഡിസോർഡർ എന്ന ആങ്സൈറ്റിയാണ്. അതായത് പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ശാരീരികമായ സിംറ്റംസോട് കൂടിയ ഒരു ആങ്സൈറ്റിയാണ്. അതായത് നെഞ്ചുവേദന, പിന്നെ ശ്വാസം മുട്ടൽ, പിന്നെ ക്ഷീണം പിടിക്കൽ, പിന്നെ ഒരു തളർച്ച എല്ലാം ഫീൽ ചെയ്യൽ, അതൊക്കെയാണ് പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ ആങ്സൈറ്റിയുടെ മറ്റൊരു തരം. മൂന്നാമത്തത് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡറാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ടൈപ്പ് ആങ്സൈറ്റിയാണ്. അതായത് സമൂഹത്തോടുള്ള ഒരു ഭയം, സമൂഹത്തോടുള്ള ഒരു ആങ്സൈറ്റിയാണിത്. ഈ ഒരു ആങ്സൈറ്റി മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവരുടെ ചിന്താഗതി എന്തായിരിക്കും, നമ്മളെ എങ്ങനെ കരുതും, പിന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സമൂഹത്തിനെ പേടി, ഒരു സമൂഹത്തിനോടുള്ളൊരു ഭയം. പിന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ റിജക്ഷൻ കിട്ടിക്കുക, അതായത് ഒരാൾ ഇഷ്ടം തോന്നിയാലോട് പറഞ്ഞാൽ റിജക്ഷൻ കിട്ടുന്നത്, പിന്നെ പല സാഹചര്യങ്ങളിലും നമ്മൾ ചോദിക്കാൻ തന്നെ പേടിക്കുന്നത്, മറ്റുള്ളവരെ മുന്നിൽ ഇതാക്കാൻ, അതായത് സ്റ്റേജിൽ കയറാൻ, മറ്റുള്ളവരോട് സംസാരിക്കാൻ, മറ്റുള്ളവരോട് ഇടപഴകാൻ തുടങ്ങിയ ആങ്സൈറ്റിയാണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ. പിന്നെ നാലാമത്തെ തരം ആങ്സൈറ്റി എന്ന് പറയുന്നത് സ്പെസിഫിക് ഫോബിയാസ് ആണ്. അതായത് പലതരം ഫോബിയ ഉണ്ട്. അതായത് ഉയരം പേടിയുള്ള കൂട്ടർ, ജീവികളെ പേടിയുള്ള കൂട്ടർ, പറക്കാൻ പേടിയുള്ള കൂട്ടർ, പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ള കൂട്ടർ, അങ്ങനെ പല സാഹചര്യങ്ങളെയും പേടിക്കുന്ന കൂട്ടരുണ്ടാവും. എല്ലാ മനുഷ്യന്മാർക്കും പേടിയുണ്ടാവും, പക്ഷേ കുറച്ച് ഓവറായിട്ടുള്ള പേടി, അതാണ് സ്പെസിഫിക് ഫോബിയാസിൽ വരുന്നത്. അതായത് ഉയരത്തെക്കുറിച്ചുള്ള പേടി, പിന്നെ പറക്കാൻ പേടി, പിന്നെ ജീവികളെ, ചില ജീവികളെ, സ്പൈഡർ അതുപോലത്തുള്ള ജീവികളെ, കോക്രോച്ചിനൊക്കെ കാണുമ്പോൾ പേടിക്കുന്ന കൂട്ടരൊക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ ഉള്ളത് വേറെ സ്പെഷ്യൽ കേസാണ്. അതായത് ഒബൻസീവ് കമ്പൽസീവ് ഡിസോർഡർ, OCD എന്ന് പറയപ്പെടുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്. വളരെയേറെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശദമായി പറയേണ്ടി വരും. അതിന് പ്രത്യേകിച്ച് വേറൊരു വീഡിയോ ഇതാക്കാം. പിന്നെ PTSD എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്. അതിനെക്കുറിച്ചും വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി ആങ്സൈറ്റി ഇത്ര തരമാണ്. ഈ ആങ്സൈറ്റിക്ക് ഉണ്ടാകുന്ന കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ ഓരോ അതായത് ഉദാഹരണത്തിന് സോഷ്യൽ ആങ്സൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, ആങ്സൈറ്റിയുടെ റീസൺസ്, വാട്ട് ആർ ദ റീസൺസ് ഓഫ് ആങ്സൈറ്റി എന്ന് പറയുന്നത് പല തരം റീസൺ ഉണ്ടാകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ് ഒന്നാമത് നമ്മൾ ഉത്കണ്ഠ ഉണ്ടാക്കാൻ, അതായത് ആങ്സൈറ്റി ഉണ്ടാക്കാൻ കാരണം. നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ സമൂഹത്താണ് നമ്മളെ പലതരം പേടി, അതായത് ഫോബിയാസ് എന്ന് പറയുന്നത് പലതരം ഫോബിയാസ്, അതായത് പലതരം പേടികൾ ആണ് ഈ ഫോബിയസിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഉയരത്തെ പേടിയുള്ള കൂട്ടരുണ്ടാവും, അത് പിന്നെ ജീവികളെ പേടിയുള്ളവരുണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ്, ഫ്ലൈയിങ്, പിന്നെ ചില സാഹചര്യങ്ങൾ പേടിയുള്ളവരുണ്ടാവും. കാരണം അത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് വരുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ആങ്സൈറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജീവിതാനുഭവങ്ങൾ. പിന്നെ സമൂഹം നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചിന്താഗതിക്ക് ഇന്നത്തെ കാലത്ത് എന്താ പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എല്ലാവരും അവരുടേതായ തിരക്കിൽ ഇതാക്കുന്നു. നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ ചില പരിരക്ഷണം പറയുന്ന ഓട്ടർ ചിന്തിക്കായിരിക്കും നമ്മളെ കുറ്റം പറയാനായിട്ട്. പക്ഷെ അത് നമ്മൾ നെവർ മൈൻഡ് ചെയ്യാതെ മതി. നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരിടയ്ക്കും ഒരു സ്പേസ് കിട്ടില്ല. നമ്മൾ എല്ലായിടത്തും ഒതുങ്ങിക്കൂടി പോകും. നമ്മുടെ പ്രതികരണ ശേഷി തന്നെ ഇല്ലാതായി നമ്മളൊരു സമൂഹത്തിൻ്റെ ഒരു മൂലക്ക് നിൽക്കുന്നൊരവസ്ഥയായി പോകും. അപ്പോൾ ഇതൊക്കെയാണിത്. ഇനി ആങ്സൈറ്റി എങ്ങനെ അകറ്റാം, ഇതിന് ഒരു 3 ടിപ്സ്
ഇപ്പം ഞാൻ പറയാം. എൻ്റെ അറിവിലുള്ള 3 ടിപ്പുകളാണ്, ഞാൻ റിസർച്ചിലൂടെയെല്ലാം കണ്ടെത്തിയ ടിപ്പുകളാണ്. അപ്പോൾ ആങ്സൈറ്റിയെ മറികടക്കാനുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഇതാക്കുക. അതായത് നമ്മുടെ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ്, പിന്നെ മൈൻഡ് റിലാക്സേഷൻ, പിന്നെ മസിൽ റിലാക്സേഷൻ, പിന്നെ ഹോർമോണൊക്കെ കുറക്കുന്ന, അതായത് സ്ട്രെസ് ഹോർമോണിനെ റെഡ്യൂസ് ചെയ്യുന്ന എക്സസൈസുകളെല്ലാം ചെയ്യുക. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സ് ശാന്തമാകും. പിന്നെ ശരീരത്തിൽ, അതായത് ഒരു ദിവസം കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. ഒരു ദിവസം 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണം. ആഴ്ചയിൽ വ്യായാമം ചെയ്യണം. അതായത് വ്യായാമം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്ന വ്യായാമം, അതായത് നടക്കുക, പിന്നെ ജോഗിങ് ചെയ്യുക, സ്വിമ്മിങ് അറിയുന്ന ആളാണെങ്കിൽ സ്വിമ്മിങ് ചെയ്യുക, പിന്നെ ഡാൻസ് അറിയുന്നവരാണെങ്കിൽ ഡാൻസ് ചെയ്യുക. ഡാൻസൊക്കെ വളരെ നല്ല ഒരു വ്യായാമമാണ്. അതേപോലെ തന്നെ വാക്കിങ്, അതായത് നടത്തം, ജോഗിങ്, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വ്യായാമമാണ്. വളരെ കുറച്ച് സമയം, 30 മിനിറ്റ്. കാരണം നിങ്ങൾ എത്രയോ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു 30 മിനിറ്റ് സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ നിങ്ങളെ ആങ്സൈറ്റി കുറക്കാനുള്ള ഒരു മെത്തേഡായി കിട്ടും. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അതായത് ഒരുപാട് ജങ്ക് ഫുഡൊന്നും കഴിക്കാതെ കൃത്യമായൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. അതായത് നമ്മളൊരു ജിമ്മിൽ പോകുമ്പോൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന പോലെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ഡയറ്റ് ചെയ്യുക. എല്ലാ ഫുഡ് ഒഴിവാക്കണം എന്നല്ല, എല്ലാ ഭക്ഷണവും കഴിക്കണം. പക്ഷേ ഒരു അളവിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. കാരണം ഒരുപാട് കുഴപ്പം, ഒരുപാട് ഇതൊക്കെ വരുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഇതാകുമ്പോൾ ഒരു ആങ്സൈറ്റി വരും. നമ്മുടെ ശരീരത്തിൽ കൊള്ളയിച്ചത്, പിന്നെ നമുക്ക് ഓരോ രോഗങ്ങൾ വരും. കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ പോലത്തെ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ, പിന്നെ തലമുറമുള്ള കുഴപ്പങ്ങൾ, അങ്ങനെയുള്ളതിനൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഉത്കണ്ഠ കൂടും. അപ്പോൾ അതൊക്കെ കുറക്കുക. പിന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിന്, ശരീരത്തിനൊരു സമാധാനം കിട്ടും. പിന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് തോന്നും. അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. അപ്പം നമ്മൾ പലതരം ചിന്തകളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അങ്ങനെ പല പ്രശ്നങ്ങളിൽ നിന്നും, പല ഉത്കണ്ഠകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ സ്ട്രെസ്സ് ഓരോന്ന് ചിന്തിച്ച് കിട്ടും, ഓവർ തിങ്ക് ചെയ്യുക. അതായത് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത്, അത് നെഗറ്റീവ് കാര്യങ്ങളാണ്, അധികം ഓവർ തിങ്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതിലൂടെ സ്ട്രെസ്സ് കൂടുമെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടാതെ ചിന്തിച്ച് ഏതെങ്കിലും ഒരു അറ്റം വരെ എത്തും. അപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആ വീഡിയോയും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നിങ്ങൾ സ്ട്രെസ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ശരിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇതാക്കുക. നമ്മൾ നമ്മൾ അനാവശ്യമായ കാര്യങ്ങൾ, അതായത് ഇമാജിനേഷൻ വേൾഡിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ ലോകത്ത്, അതായത് റിയൽ ലൈഫിൽ കൊണ്ടുവരണം എന്നാലോചിക്കുമ്പോഴുള്ള സ്ട്രെസ്സാണ് നിങ്ങൾക്ക് അധികം കുട്ടർക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റിയൽ ലൈഫുമായിട്ട് കോർത്ത് ഇണക്കിയിട്ട് ഓരോ ചിന്തകൾ ചെയ്യുക. സ്വപ്നങ്ങൾ ഗോളുകളാക്കുക. അതായത് ഡ്രീംസ് ബിക്കം ഗോൾസ് അപ്പോൾ ലക്ഷ്യം. സ്വപ്നമാണെങ്കിൽ നമുക്ക് കണ്ണും പൊട്ടി കണ്ടാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഗോൾസ് ആണെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കും. പിന്നെ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇതാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഒരു പരമാവധി അളവിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി കുറക്കാം. ഇതുകൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു എന്താ പറയുക, ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരെ, പിന്നെ നിങ്ങളുടെ അടുത്തുള്ള കൂട്ടരെ, ഇവരോടൊക്കെ സംസാരിക്കുക. എന്നിട്ട് ഇതിനുള്ളൊരു വഴി കണ്ടെത്തുക. അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം മല്ലോ മോട്ടിവേറ്റ്.